ടഫി ഇന്റർലോക്ക് ബ്രിക്കുകൾ. ഞാനത് സൈസിന്റെ ഇനി റേറ്റ് കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? യെസ്, 100% സാറ്റിസ്ഫൈഡ് ആണ്. നമസ്കാരം. വീട് നിർമ്മിക്കുന്നതിന് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന എന്താണ്? അതിനുപയോഗിക്കുന്ന കല്ലുകളാണ്. കുറച്ച് മുന്നേ നമ്മളൊരു വീഡിയോ കാണിച്ചിരുന്നു എം ബ്രിക്കിനെ കുറിച്ച്. അതിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇന്നത്തെ ടഫി ഇൻ്റർലോക്ക് ബ്രിക്കുകൾ. ഇൻ്റർലോക്ക് ബ്രിക്കുകളെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതിൽ ഏറ്റവും അധികം ആൾക്കാർ ഇന്ന് സജസ്റ്റ് ചെയ്യുന്ന, ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു പ്രോഡക്റ്റാണ് ടഫി ഇൻ്റർലോക്ക് ബ്രിക്കുകൾ. ഇൻ്റർലോക്ക് ബ്രിക്കുകൾ എന്താണ്, അതിൽ ഇവരുടെ പ്രത്യേകത എന്താണ് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും അവരുടെ ഫാക്ടറി, കൂടാതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് സൈറ്റ്, അത് ചെയ്ത് പൂർത്തിയായ വർക്ക് സൈറ്റ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതിവരുടെ ഓഫീസാണ്. നമസ്കാരം. നമസ്കാരം. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. ജോബിൻ എന്നാണ് എൻ്റെ പേര്. ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഓഫീസ് ഒന്ന് പരിചയപ്പെടുത്താം. വളരെ ഒരു ഗംഭീരമായിട്ടുള്ള, അതായത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഓഫീസാണ്. നിങ്ങളുടെ ടീമുകളാണിത്, സ്റ്റാഫ് ടീമുകളാണ്. നമ്മുടെ ഫാക്ടറി ഇതിന് തൊട്ടടുത്ത് നമ്മുടെ ഫാക്ടറി. അപ്പോൾ നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. ഫാക്ടറിയിലേക്ക് പോകാം. നമുക്ക് ഇത് എന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തത്, അതായത് നിങ്ങൾ എത്ര വർഷത്തെ ഒരു ഇതുണ്ട്? ശരിക്കും നമ്മളുടെ ടഫി എന്നുള്ള ബ്രാൻഡ് ഒരു 87 സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് ഹോളോ ബ്രിക്സ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത യൂണിറ്റ് ആണ്. 87 എന്ന് പറയുമ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. ഓക്കെ, ഞാനല്ല, എൻ്റെ പാരൻസും അവരുടെ ബ്രദേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അന്ന് ഹോളോ ബ്രിക്സ് ആയിരുന്നു. ആക്ച്വലി 97 സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് മണ്ണ് വെച്ചിട്ടുള്ള ഇന്റർലോക്കിംഗ് ബ്ലോക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഞാനൊരു 18 വർഷമായുള്ളൂ. 2005 ശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ 2010 തുടങ്ങിയാണ് നമ്മൾ കോൺക്രീറ്റ് ബ്ലോക്ക് ഇന്റർലോക്ക് ഡെവലപ്പ് ചെയ്തത്. കേരളത്തിലെ ഫസ്റ്റ് യൂണിറ്റ് തന്നെയാണ് ഇതാണ് നമ്മൾ ഈ പറഞ്ഞ പ്രോഡക്റ്റ്. ഇത് അത് വെച്ച് ചെയ്തിരിക്കുന്നത്. അതെ. അതിന്റെ നമ്മളിപ്പോൾ ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഇന്നലെ പ്രൊഡക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ബ്രിക്സ് ആണ്. എത്ര ദിവസം ക്യൂറിംഗ് വരും? 7 days ആണ് വാട്ടർ ക്യൂറിംഗ് വരുന്നത്. 7 days വാട്ടർ ക്യൂറിംഗ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം. 7 days ക്യൂറിംഗ് കഴിഞ്ഞ് 3 ദിവസം ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ സൈഡിലേക്ക് വിടുള്ളൂ. ടോട്ടൽ ഒരു 10 day പ്രോസസ് അല്ലേ? അതെ. ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണാവോ? ഇത് ശരിക്കും നമ്മൾ മണ്ണിൻ്റെ ഇൻ്റർലോക്ക് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ ഒരു ക്യാവിറ്റി, ഒരു ഡൈയിലേക്ക് മെറ്റീരിയൽ ഇട്ട് 1 സൈഡ് ഡോർ ക്ലോസ് ചെയ്ത് കംപ്രസ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് ഈ കോൺക്രീറ്റ് ആകുമ്പോൾ കംപ്രസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഫൈൻ ടെസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്വാളിറ്റിനെ ബാധിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മെഷീൻ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്തെടുത്തു. അതുപോലെ ഞങ്ങളുടെ 4th സ്റ്റേജ് മെഷീനാണ് ഇപ്പോൾ ഇത് ഡ്യുവൽ കംപ്രഷനാണ്. 2 സൈഡിൽ നിന്നാണ് കംപ്രസ് ചെയ്യുന്നത്. 2 സൈഡിൽ നിന്ന് 15 ടണ്ണിൽ കംപ്രസ് ചെയ്യുന്നത്. നമുക്ക് ഫൈൻ ടെസ്റ്റ് വേണ്ട, നോർമൽ കോൺക്രീറ്റ് തന്നെ കംപ്രസ് ആവും. അതുകൊണ്ടാണ് നമ്മുടെ ബ്രിക്കിന് ഇത്രയും സ്ട്രെങ്ത്തും ക്വാളിറ്റിയും കിട്ടാൻ കാരണം. അത് പറയുമ്പോഴത്തേക്കാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ഏത് ബ്രിക്കിൻ്റെ ആണെങ്കിലും പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇപ്പോൾ പൊതുവെ വീട് വെക്കുന്ന ആയതുകൊണ്ട് പല ടെൻഷൻസാണ്. അത് വരുമ്പോൾ ഇത് നമുക്ക് എത്രയാണ് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി ഒക്കെ എത്രയാണ് നമുക്കുള്ളത്? നമ്മളുടെ നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബ്രിക്ക് ഒരു 4 ന്യൂട്ടണൊക്കെ ആയിരിക്കും ലോഡ് ബെയറിംഗ് കിട്ടുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 7ലാണ്. ഞങ്ങൾ എല്ലാ ബാച്ചും ഞങ്ങളിവിടെ ടെസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് മെഷീനറി ടെസ്റ്റ് മെഷീനറി ഉണ്ട്. നമ്മളെല്ലാ ബാച്ചും ടെസ്റ്റ് ചെയ്യും. നമുക്കൊരു ഫുൾ 21 days ക്യൂറിങ്ങും ഡ്രൈ ആയി ബ്രിക്സ് ഒരു 10 കിട്ടും. നമുക്ക് 10 ന്യൂട്രോളം കിട്ടും. കാരണം കേരള മാർക്കറ്റിൽ അത്രയും നല്ലൊരു ബ്രിക്ക് ഇല്ല. അതെ, ഇപ്പം നോർമലി നമ്മൾ പറയുമ്പോഴത്തേക്ക് പലപ്പോഴും പല ബ്രിക്കുകളും പറയുന്ന സമയത്ത് എപ്പോഴും ഇതൊക്കെ ഓപ്പൺ ആണ്, നിങ്ങൾക്കും കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ലാഭം നമുക്കിവിടെയുണ്ട്. തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അതുപോലെ അത്രയും ലോഡ് ബെയറിംഗ് കപ്പാസിറ്റിയും കംപ്രഷൻ സ്ട്രെങ്തും ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഞാനത് ഇത് ഞങ്ങളുടെ ഒരു പേറ്റന്റ് ഡിസൈനാണ്. ഇത് ഹൊറിസോണ്ടലിയും കൂടെ ഒരു ലോക്ക് വരും. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ ഞങ്ങൾക്ക് മാത്രമാണ് പേറ്റന്റ് ഉള്ളത്. അത് ഹൊറിസോണ്ടലി ലോക്ക് വരും. അപ്പോൾ വെർട്ടിക്കലി നമുക്ക് അത്രയും ലോഡ് ബ്രിക്ക് ക്യാരി ചെയ്യും. ഈ മെഷീനിൽ ചെറിയൊരു മെഷീനാണ് ഞാൻ കാണുമ്പോഴത്തേക്ക് എത്ര എണ്ണയൊക്കെ എടുക്കാൻ പറ്റും? ഇത് നമുക്ക് 8 hours ഒരു ദിവസം പ്രൊഡക്ഷനിൽ 2000 ബ്രിക്സ് ഔട്ട്പുട്ട് കിട്ടും. വെറും 4 ലേബേഴ്സ് മതി. ഇതിപ്പോൾ ഇത് ഫാക്ടറിക്കുള്ളിലാണ്. ഇതിന് നമ്മളിനി വെളിയിലോട്ട് ഇറങ്ങുകയാണ്. വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു കണ്ടമാനം പ്രോഡക്റ്റ്, നമ്മുടെ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് അങ്ങനെ തന്നെ പറയാം, വളരെ ഗംഭീരമായിട്ട് ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്. ക്യൂറിങ്ങിന് വേണ്ടി വെച്ച് ലോഡിങ്ങിന് ഡെസ്പാച്ച് ആയിട്ടിരിക്കുന്ന ക്യൂറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഡെസ്പാച്ചിന് റെഡി ആയിട്ടിരിക്കുന്ന ബ്രിക്സും ഉണ്ട്. ഇതിപ്പോൾ ഇറക്കുമ്പോഴത്തേക്ക് നമ്മൾ പലരും ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമാണ്, ഇറക്കുമ്പോഴത്തേക്ക് നമ്മൾ സാറിന് വണ്ടിയെ കൊണ്ടൊന്ന് ലോഡ് ടിപ്പർ കുത്താൻ പറ്റുമെന്നല്ലേ? അതെങ്ങനെയാണോ? ഞങ്ങളിത് കുത്തുന്നത് കൊണ്ട് പ്രോബ്ലം, പക്ഷേ ഞങ്ങൾ കുത്താൻ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം ഇന്ന് ഇന്റേണൽ ക്രാക്സ് വീഴാനുള്ള ചാൻസും, പിന്നെ നമ്മൾ ബ്രിക്ക് ഇവിടുന്ന് സൈഡിൽ വരുമ്പോഴും വെറ്റ് ആയിരിക്കും, ഫുൾ ഡ്രൈ ആയിരിക്കില്ല. അപ്പോൾ കോർണേഴ്സ് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്
നമ്മൾ ഒരിക്കലും ഇറക്കിയെടുക്കാൻ തന്നെയാണ് ഇപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് അല്ലേ? ഈ പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഇടുമ്പോഴത്തേക്കുള്ള ഒരു ഇഷ്യൂ ആണ് പറഞ്ഞത്. അതെ. എന്തായാലും ടിപ്പറിന് കുത്തിയാലും നമ്മൾ അവിടെ നിന്ന് എടുത്ത് വീണ്ടും ലേബർ തന്നെ വേണം ഷിഫ്റ്റ് ചെയ്യണം. ആ പൈസയ്ക്ക് തന്നെ നമുക്ക് നേരെ തറയിലേക്ക് ഇറക്കി വെച്ച് അത്രയും ക്വാളിറ്റിയോട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് തിക്നെസ് ഒക്കെ നിങ്ങളിവിടെ ഡേറ്റ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഈ കൂറിങ്ങിന് വേണ്ടി കീപ്പ് ചെയ്യാനായിട്ട് ഓരോ ദിവസത്തെ പ്രൊഡക്ഷനും ഡേറ്റും 7 days ക്യൂറിങ്ങിന് വേണ്ടി ഇതിലെ എത്ര സൈസ് നമുക്ക് മെയിനായി 3 സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. 8 ഇഞ്ച് വാൾ തിക്നെസ്, 20 സെന്റിമീറ്റർ വരെ നോർമൽ 2 നില വീടുകൾക്ക് ഉപയോഗിക്കാവുന്നത്. പിന്നെ 6 ഇഞ്ച് ഒരു നിലയോ അല്ലെങ്കിൽ അപ്സ്റ്റെയർ പണിയാൻ പറ്റിയ 6 ഇഞ്ച് വാൾ തിക്നെസ് വരുന്നത്. പിന്നെ 5 ഇഞ്ച് അത് കോമ്പൗണ്ട് വാളിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് വീട്ടിലോട്ട് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇല്ല, അത് കോമ്പൗണ്ട് വാളിന് വേണ്ടിയാണ്. ഈ 8 ഇഞ്ചും 6 ഇഞ്ചാണ് ഡ്യുവൽ ലോക്ക് നമുക്കുള്ളത്, വീടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കോമ്പൗണ്ട് വാളിന് ഡ്യുവൽ ലോക്ക് ഇല്ല. ഇല്ല, അതിന്റെ ആവശ്യമില്ല. ഇനി റേറ്റ് കൂടെ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അതായത് 8 6 ഇപ്പൊ 8 ഇഞ്ചിന്റെ ബ്രിക്ക് ഇത് നമ്മുടെ സൈസ് വരുന്നത് നീളം 12 ഇഞ്ചാണ്, 8 ഇഞ്ച് വീതി, 5 ഇഞ്ച് ഹൈറ്റ്. 5 ഇഞ്ച് 13 സെന്റിമീറ്റർ ഹൈറ്റ് വരും. 5 ഇഞ്ച് കുറച്ച് കൂടുതൽ, കറക്റ്റ് 16 ലെയറിൽ ലിൻഡിൽ പൊക്കം എത്തും. അതാണ് കണക്ക്. ഈ ബ്രിക്കിന് ഒരു 48 രൂപയും 8 ഇഞ്ചിന്റെ 6 ഇഞ്ചിന്റെ 42 രൂപയാണ്. കോമ്പൗണ്ട് വാളിൽ വരുന്നത് 12 5 സൈസാണ്. അത് 37 രൂപയാണ്. ഈ റേറ്റ് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ പ്ലാന്റിൽ റേറ്റ് ആണ്. ഇവിടെ ലോഡ് ചെയ്ത് തരും, ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും. ഓക്കെ. ഈ റേറ്റ് പറയുമ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് കൂടെ പറഞ്ഞേക്കാം. ഇന്ന് 23-ാം തീയതിയാണ്, 3-ാം മാസമാണ്, 2022. കാര്യം നാളെ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരാൾ കാണുമ്പോഴത്തേക്ക് അതാണ് ഈ റേറ്റ് ഞാൻ മെൻഷൻ ചെയ്യാൻ കാര്യം. അത് ചോദിച്ചപ്പോഴാണ് നമുക്കിപ്പോൾ ഒരു ചാക്ക് സിമെന്റിൽ എത്ര കട്ട എടുക്കാം? നമ്മളുടെ ഈ 12, 8, 5 സൈസ് ബ്രിക്സ് ഒരു ചാക്കിൽ 50 കിലോയിൽ നമ്മൾ 32 ബ്ലോക്സ് എടുക്കുള്ളൂ. 6 ഇഞ്ച് ബ്ലോക്സ് ആണെങ്കിൽ 42 ബ്ലോക്സ്. കമ്പയർഡ് ടു സോളിഡ് ബ്രിക്ക് ആണെങ്കിൽ അത് ചിലപ്പോൾ 60-70 വരെ പോകുന്ന യൂണിറ്റുകളുണ്ട്. അപ്പോൾ അത്രയും സിമെന്റിന്റെ പെർസെൻറ്റേജ് നമ്മുടെ ബ്രിക്കിൽ കൂടുതലാണ്, ഹെവിലി കംപ്രസ്ഡ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലോഡ് ബെയറിങ്ങും ഫിനിഷിങ്ങും കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന നമ്മളൊരു സൈറ്റ് കാണുന്നുണ്ട്, പിന്നെ ഒരു പൂർത്തിയായ സൈറ്റ്. നമുക്ക് ബ്രിക്ക് വർക്ക് എടുക്കുന്ന ഒരു സൈറ്റ് കാണാം, നമ്മളുടെ ഒരു ഫിനിഷിംഗ് പുട്ടി വർക്ക് എടുക്കുന്ന ഒരു സൈറ്റ് കാണാം, പ്ലസ് ഫിനിഷ്ഡ് ആയ ഒരു 3 വർഷമായിട്ട് ആ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയ കസ്റ്റമറുടെ വീടും കാണാം. അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ മിഷനറി പ്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഓടിപ്പോകാം. ഇത് നമ്മളെ മിഷനറി ഉണ്ടാക്കുന്ന ഈ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത മിഷനറിയാണ്. അപ്പോൾ നമ്മളിത് സെയിൽ ചെയ്യുന്നു. ഓൾ കേരള ഇപ്പോൾ നമ്മൾ 20 മെഷീനും കേരളത്തിന് പുറത്ത് ചെന്നൈ, ഹൈദരാബാദ് ഓരോ മെഷീൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ മെയിൻലി 2 ടൈപ്പാണ്. ഇത് 2 ബ്രിക്സ് അറ്റ് എ ടൈം വരുന്ന നമ്മളെ B2 എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഈ ഇരിക്കുന്നത് ഇപ്പോൾ പുതിയ വർക്ക് കഴിഞ്ഞില്ല, B1 എന്ന് പറയും. അത് ചെറിയ മെഷീനാണ്, അറ്റ് എ ടൈം 1 ബ്രിക്ക്. അപ്പോൾ നമുക്കൊരു 8 മണിക്കൂറിൽ 1000 ബ്രിക്സ് പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളതാണ്. ശരി. ചെറിയ ഒരു പാർട്ടികൾക്ക് ഇത് എടുക്കാം. അതെ. ഇതിന്റെ വില ഞാൻ ചോദിക്കുന്നില്ല, കാരണം വെച്ചാൽ ഇത് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു സൈറ്റില്ല. ഇത് എവിടെയാണ്? ഇത് നമ്മുടെ എയർപോർട്ടിനടുത്ത് അത്താണി അടുത്തുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ ഒരു സുഹൃത്ത് അഭിലാഷിന്റെ വീടാണിത്. പക്ഷേ ഇത് ചെയ്യുന്നത് രാഹുൽ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടർ. പുള്ളി 4 വർഷമായിട്ട് ടഫിയുടെ ബ്രിക്സ് മാത്രം എടുത്ത് ചെയ്യുന്നുണ്ട്. ആളിവിടെ ഉണ്ട്, അദ്ദേഹമാണ് രാഹുൽ. നമസ്കാരം. എത്ര സൈറ്റുകൾ ചെയ്തിട്ടുണ്ടാകും? ഇപ്പോൾ ഒരു 9 സൈറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം രാഹുൽ വരുമ്പോൾ ഫസ്റ്റ് രാഹുലിന് ലേബേഴ്സിന് വർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു വീടിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തു, പിന്നെ അവരുടെ സ്റ്റാഫ് പഠിച്ചു, പിന്നെ എല്ലാവരും തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ അതൊന്നും ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെച്ചാൽ സാധാരണ ബ്രിക്കിനേക്കാളും കുറച്ചും കൂടി നമ്മൾ ഈസിയാണ് ചെയ്യാനായിട്ട്. ഈസിയാണ്. പിന്നെ അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് പഠിക്കണം. പിന്നെ ലെവലിങ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് പഠിക്കണം. മറ്റേത് വെച്ചെന്ന് വെച്ചാൽ ചുമ്മാ അങ്ങോട്ട് വെച്ച് പണിത് പോയി തേപ്പിൽ തീർക്കാം, അങ്ങനെയൊക്കെയുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇതിനത് പറ്റില്ല. ഇതിന് കുട്ടി വർക്കാണ് മെയിനായിട്ട്. നമ്മൾ അതിൻ്റെ ലെവലിങ് കറക്റ്റ് ആയിരിക്കണം. അതിൻ്റെ ബേസ് ഉറപ്പിക്കുന്നത് ഓരോ കട്ടയും ലെവലിൽ ഉറപ്പിക്കണം. അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് കറക്റ്റായി പോയി കഴിഞ്ഞാൽ ബ്രിക്ക് ലെവലായി പോകും. പിന്നെ ഒരു 4-5 ലെയർ ആകുമ്പോൾ നമുക്ക് മുഴക്കൊല്ല തൂക്കട്ട് വെച്ചിട്ട് ലെവലാണോ എന്ന് ചെക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കോർണർ കട്ട് ചെയ്തതും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഇത്ര വലിയ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഇല്ല. അത് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ കട്ടിങ്ങിന് കാര്യം പറഞ്ഞാൽ ഞാനൊന്ന് ചോദിക്കാം. ഇതിപ്പോൾ വെച്ച് പോകുന്നത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് ഈ സൈഡിലോട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ലോക്ക് വരുന്നത് അല്ലേ? അതായത് നമ്മൾക്ക് ശരിക്കും ഇങ്ങനെ താഴത്തേക്ക് ഒരു നോർമൽ ലോക്ക് ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഒരു ഇസഡ് ഡയറക്ഷനിലേക്കുള്ള ഒരു ലോക്കായിട്ട് കിട്ടും. നമ്മുടെ പുതിയ ഹൊറിസോണ്ടൽ ലോക്ക് വരുമ്പോൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഉള്ള ലോക്ക് ബലം കിട്ടും. പിന്നെ നമ്മൾ ഇത് ഡ്യുവൽ ലോക്കിന് ഗുണം വെച്ചാൽ പേസ്റ്റ് ഒഴിച്ചാൽ പണിയുന്നത്. ഈ പേസ്റ്റ് ഒഴുകി കിടക്കുന്നുണ്ടോ? ഒഴിച്ചിരിക്കുന്നത് അതിന്റെ ലോക്കിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പേസ്റ്റ് ഒഴിക്കാം. അത് അടുത്ത എക്സ് ഡയറക്ഷനിലും ലോക്ക്. അപ്പൊ നമുക്ക് 3 ഡയറക്ഷനിലും ലോക്കായിട്ട് തന്നെയാണ് ഈ ബ്രിക്ക് പോകുന്നത്. ഞാനൊരു ചോദിച്ചത്, എനിക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്യണം, ഒരാവശ്യം വന്നു. എനിക്കൊരു ചെറിയ ജനാല വെക്കാനായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്യാം, എവിടെ വേണമെങ്കിലും കട്ട് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഇഷ്യൂ വരും, കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത് മാർക്ക് കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഇവിടെ കണ്ടാൽ മനസ്സിലാവും. ഇതാണല്ലേ ഇത് കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മെഷീൻ കട്ട് ചെയ്യണ പോലെ മറ്റേ ചിറ്റിയൊക്കെ അടിച്ചിട്ട് പൊട്ടിക്കുക അങ്ങനെ പറ്റില്ല.
ഇത് നമ്മൾ സാധാരണ എന്താ പറയുക മാർബിൾ കട്ടറിന് കട്ട് ചെയ്തിട്ട് ഉള്ളിക്കടിച്ചിട്ടാണ് പൊട്ടിക്കുന്നത്. അതാണ് ഇത്ര പവറാണ്, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അത്രയും സ്ട്രോങ് ആണ്. അതാ ഇവിടെ കട്ട് ചെയ്ത് പോയിരിക്കുന്ന കാണാം. നമ്മുടെ മാർബിൾ കട്ടർ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തിരിക്കുന്നത്, കട്ട് ചെയ്ത് പോയിരിക്കുന്നതാണ് നമ്മുടെ കൃത്യമായിട്ട്. അതാണ് എന്നാലും കറക്റ്റ് നമുക്ക് ആ കറക്റ്റ് ലെവലും എല്ലാം ഇതായുള്ളൂ. ഇതിപ്പോൾ വർക്ക് നടക്കുന്ന അപ്സ്റ്റെയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ രണ്ട് രീതിയിലും സ്പിറ്റ് ലെവൽ കറക്റ്റ് ആക്കി പോകണം, ഓരോ ബ്രിക്കും പോകണം. ഇതാണ് അതിന്റെ മെയിൻ ആയിട്ട് അറിയേണ്ട ഒരു കാര്യമുള്ളത്. ഇപ്പം നിങ്ങളിപ്പോൾ 4 വർഷമായിട്ട് ചെയ്യുന്നു, 8-9 വീടുകൾ ചെയ്തു. ബാക്കിയുള്ളതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്? സാറ്റിസ്ഫാക്ഷൻ എല്ലാവരും പറയുന്നത് വീടിൻ്റെ അകത്ത് കയറുമ്പോൾ ഭയങ്കര കൂളിംഗ് ആണ് ഏറ്റവും അഡ്വാൻറ്റേജ് പറയുന്നത്. പിന്നെ സാധാരണ റേറ്റ് അപേക്ഷിച്ച് നമുക്ക് ലേബർ കുറവാണ് വരുന്നത്. സമയം പിന്നെ ഇടയ്ക്ക് വെക്കുന്ന ഈ സിമെന്റ് സാധനങ്ങളെല്ലാം പ്ലാസ്റ്ററിങ് ഇതൊന്നും നമുക്ക് വരുന്നില്ല. വാട്ടർ ക്യൂറിംഗും വേണ്ട, അത് വലിയ ഏറ്റവും കൂടുതൽ. കാരണം നമ്മളിപ്പോൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈസ് എടുത്ത് ക്ലയൻറ്റിൻ്റെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വന്നിട്ട് പിന്നെ നനയ്ക്കണം, അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ഈ വീട് ചെയ്യുന്നത് നമ്മുടെ അഭിലാഷ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. 2 കാര്യങ്ങളാണ്. അദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട്. ആ മാസ്ക് ഒന്ന് നിങ്ങൾ മാറ്റിയാട്ടെ. നമസ്കാരം. ഇത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയാണ്. സൗഹൃദം എന്നുള്ള വീട് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതിനകത്ത് താമസിക്കേണ്ട നമ്മളാണല്ലോ. ഇതിലോട്ട് വരാനായിട്ടുള്ള ഒരു സാഹചര്യം എന്തുവാ? ഞാൻ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ വീടിൻ്റെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ലേബറെ മാനേജ് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് പുള്ളിയെക്കുറിച്ച് എനിക്കറിയാം. അപ്പോൾ അങ്ങനെ പുള്ളിയോട് സംസാരിച്ച് നോക്കിയിട്ട് ഞാൻ റിവ്യൂ നോക്കി, പിന്നെ പല സുഹൃത്തുക്കളോട് ചോദിച്ചു, പിന്നെ ഇത് ചെയ്യുന്ന കോൺട്രാക്ടർമാരായിക്കോട്ടെ അവരോടൊക്കെ ചോദിച്ചു, ചെയ്ത കുറേ വീടുകൾ പോയി കണ്ടു. അതിന് ശേഷമാണ് ഇതിലേക്ക് വന്നത്. അതെ. ഇപ്പം എന്തായാലും ഇതിപ്പോൾ ഇത്രയും വന്ന് നിൽക്കട്ടെ. ഇനി ഈ വീട് പൂർത്തിയായതിനു ശേഷം തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ബാക്കി റിവ്യൂസ് പറയാം. താങ്ക് യു. ഇതിപ്പോൾ ഇവരിവിടെ ഇപ്പം നമ്മൾ കണ്ട പേസ്റ്റ് ഒഴിച്ച് വെച്ചിരിക്കുന്ന ഇത് ഇന്നലെ ഞങ്ങൾ പേസ്റ്റ് ഒഴിച്ച് വെച്ചത് വീഡിയോ ഉണ്ടെന്നുള്ള കാരണം ജസ്റ്റ് ഒരു 3 പീസ് പേസ്റ്റ് ഒഴിച്ച് വെച്ചതാണ്. ഇത് എവിടെ നിന്നാണ് ഇളക്കാൻ പറ്റുക? ഇത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നല്ലോ. ലോക്ക് കൊണ്ട് പേസ്റ്റും ഉണ്ട്, അതുകൊണ്ട് എത്ര സ്ട്രോങ് ആണ്. എല്ലാവരും ഇന്റർലോക്ക് എന്ന് പറയുമ്പോൾ ഓർമ്മ ഊരിയെല്ലാം അനങ്ങില്ല. അതുപോലെ പേസ്റ്റിന്റെ വില കൂടെ വന്നപ്പോൾ ഒന്ന് അനക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലാണ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തത് പൊട്ടി ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് അത് അടുത്തൊരു സൈറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത സൈറ്റിലോട്ടോ. നിങ്ങളുടെ തന്നെയല്ലേ സൈറ്റ്? അതെ. ഇതിപ്പോൾ നമ്മുടെ കാലിൻ്റെ ചോര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു 3000-ന് മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള വീടാണിത്. ഇപ്പോൾ നമ്മൾ ബ്രിക്ക് വർക്ക് കഴിഞ്ഞു, വർക്കെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് പുട്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമുക്ക് പുട്ടിയോ അല്ലെങ്കിൽ ജിപ്സോ അപ്ലൈ ചെയ്യാം. ഇവിടെ നമ്മൾ പുട്ടി വർക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഫിനിഷ്ഡ് ആയ സ്റ്റേജ് ഏതായാലും ഇതുപോലെ ആയിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് കോട്ട് ഒരു ഗ്രേ പുട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു കവറിങ് വരും. സെക്കൻഡ് കോട്ട് ഇടുമ്പോൾ ഏതാണ്ട് ഇത് ഫില്ല് ചെയ്ത് വരും. ഇനി ഇതിൻ്റെ മുകളിൽ ഫൈൻ പുട്ടി ഇട്ടാൽ മതി. അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ആൾക്കാർക്ക് കാണുമ്പോഴത്തേക്കും ഡൗട്ട് ഉണ്ടാവുന്ന ഒരു സാധനം ഇത് അടയോ എന്നുള്ളത്. ഇത് ഫസ്റ്റ് കോട്ടിൽ ഇതും അടയും. അപ്പോൾ അതാണ് ഒരു കളർ അവിടെ തിക്നെസ് കൂടുതൽ വന്നതിൻ്റെ കളർ വ്യത്യാസമാണ്. സെക്കൻഡ് കോട്ടിലായപ്പോൾ അത് ക്ലിയർ ആയി. ഇതിന്റെ മുകളിൽ 2 കോട്ട് ഫൈൻ പുട്ടി ഇടണം വന്നാൽ നോർമൽ പുട്ടി ഫിനിഷ് ആയി പക്കയായി. അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. ഈ ഒരു സാധനം വരും, അതിനുശേഷം 2ാമത് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, 3ാമത് കവറായി പോവുകയും ചെയ്യും അല്ലേ? ഇവിടെ ചെയ്യുന്ന ഡിജാചേട്ടനാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ പുട്ടി ഇടുന്നതാണ് പറഞ്ഞത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റർ ചെയ്യേണ്ട, ഡയറക്റ്റ് പുട്ടി അപ്ലൈ ചെയ്യാം, നനയ്ക്കണ്ട. അതെ, പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പ്രധാനപ്പെട്ട ഒരു സാധനം ചോദിച്ചോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് ജിപ്സം പ്ലാസ്റ്ററിങ്. ഇൻറ്റീരിയർ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ അതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ജിപ്സം പ്ലാസ്റ്ററിങ് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ മുകളിൽ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല, ഡയറക്റ്റ് ബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് ചെയ്യണ്ട നമുക്ക് ഈ സർവീസിലേക്ക് ഡയറക്റ്റ് ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാം. ഡിജേട്ടൻ അതും ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എത്ര ഇഞ്ച് കനത്തിലിടണം? ഒരു അത് നമ്മൾ ഡിപ്പെൻസ് ആ ഒരു വാളിന്റെ തൂക്ക് നോക്കിയിട്ട് ഇട്ട് പോവാണ്. ശരി, നമ്മൾ ബ്രിക്ക് ആവുമ്പോൾ ഒരു ആൻഡുലേഷൻ ഒരു 2-3-4 mm ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ലിൻഡിൽ വാർക്കുമ്പോൾ എന്തെങ്കിലും പ്രൊജക്ഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കവർ ചെയ്ത് ജിപ്സിൽ ഒറ്റയടിക്കിട്ട് പോവാം. പിന്നെ എക്സ്റ്റീരിയർ നമ്മൾ റെഫർ ചെയ്യാറില്ല, ജിപ്സ് റെഫർ ചെയ്യാറില്ല, നമ്മളെ പുട്ടി തന്നെയിട്ട് എക്സ്റ്റീരിയർ വാട്ടർ പ്രൂഫ് പറയാൻ പറ്റില്ല. നല്ല കൂളിംഗ് അന്തരീക്ഷമായിരിക്കും. ഒന്നാമത് നമ്മൾ ബ്രിക്ക് ഉപയോഗിക്കുന്ന കൂളിംഗ് കിട്ടുന്നത് ജിപ്സ് ആകുമ്പോൾ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടോ, ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നോർമൽ പുട്ടി ചെയ്യുന്ന പോലെ തന്നെ അല്ലേ? നോർമൽ പുട്ടി ചെയ്യുന്ന പോലെ നമ്മൾ വെള്ളം ചേർക്കാൻ 20-25% വെള്ളം ചേർത്ത് സാധാരണ സ്റ്റർ വെച്ച് മിക്സ് ചെയ്തിട്ട്
സാധാരണ പുട്ടി അപ്ലൈ ചെയ്യണ അതേ ഒരു അത്ര തന്നെ ഉള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ വലിക്കാൻ മറ്റേ പുട്ടി വലിക്കുന്നേക്കാൾ കുറച്ച് അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇച്ചിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പണിക്കാർ വേണ്ടി വരും. വർക്ക്മാൻഷിപ്പ് ഭയങ്കര പ്രധാനമാണ്. ഓടി വന്ന ഒരാൾക്ക് പുട്ടി ഇരുന്നാൾക്ക് ഓടി ഇടാൻ പറ്റില്ല. നമ്മളിവർ പഠിപ്പിച്ച് ഒരു 2 നമ്മൾ ശ്രദ്ധിച്ച് നിർത്തി അങ്ങനെ പഠിപ്പിച്ചെടുത്ത് പോകുന്നത്. ഇനി അടുത്തത് വരുന്നത് നമ്മളിത് എത്ര വർഷം മുന്നേ തീർന്ന വീടാ ഇനി നമ്മൾ കാണിക്കാം? നമ്മുടെ രാഹുൽ ഭായിയുടെ തന്നെ സൈറ്റാണ് നമ്മളിനി പോകുന്നത്. അത് ഒരു 4 വർഷമായ വീടാണ്. 4 വർഷമായ വീടാണ്. ഹനീഷ് എന്നാണ് പേരല്ലേ? അപ്പോൾ ഹനീഷ് ഭായി നമ്മളെ കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ട്. നമസ്കാരം. ഇത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ എനിക്ക് പറഞ്ഞാൽ 4 വർഷം മുന്നേ നമ്മൾ കട്ട എടുത്തു. പണി ഇത് നിങ്ങൾ കയറി താമസിച്ചിട്ട് എത്ര നാളായി? ഇപ്പോൾ 2 വർഷത്തോളമായി. 2 വർഷമായിട്ട് നമ്മൾ താമസിക്കുന്ന വീടായിരുന്നു. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങോട്ടൊന്ന് നീങ്ങിന്നോട്ടെ. നിങ്ങൾ ഇത് അന്ന് ഇതൊരു നിങ്ങൾ അറിയുന്നത് വളരെ അവിചാരിതമായിട്ടായിരിക്കും. ഇതിലോട്ട് എത്താനായിട്ടൊരു സാഹചര്യം പറയും. നമ്മളിപ്പോൾ എങ്ങനെ ചിലവ് കുറച്ച് വീട് പണി തീർക്കാമെന്നുള്ളൊരു ആലോചനയിൽ നിന്നപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ ഇൻ്റർലോക്ക് വെച്ചിട്ട് പണി തീർക്കാം. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ടഫി ബ്രിക്സ് ജോബി ചേട്ടനായിട്ട് പരിചയമായി. അപ്പോൾ അവരുടെ പ്ലാന്റിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്കിനകത്ത് അവിടെ പ്രൊഡക്ഷൻ യൂണിറ്റിനകത്തുള്ള എന്താ പറയുക അവർ ചെയ്യുന്നതും അതേപോലെ തന്നെ അവരുടെ ടെക്നോളജി വരുന്നതും അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ലോ കോസ്റ്റിൽ അതായത് ബഡ്ജറ്റ് കുറയ്ക്കണം എന്നുള്ള ഉദ്ദേശിച്ചു കുറഞ്ഞു അത്? പിന്നെ ശരിക്കും അതായത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടമാനം എന്ന് പറയാം ഈ പ്ലാസ്റ്ററിങ് ആണല്ലോ എല്ലായിടത്തും മെയിൻ ആയിട്ടുള്ള ഒരു കോസ്റ്റ് വരും. അതേപോലെ തന്നെ അതിനുശേഷം ഈ പറഞ്ഞാണെങ്കിൽ സിമെന്റ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് ക്രാക്ക് ഉണ്ടാവും. നമ്മുടെ വീടിനകത്ത് ക്രാക്ക് ഉണ്ടാവത്തില്ല. ഈ പറഞ്ഞ കണക്കിനകത്ത് ചൂടാണെന്നുണ്ടെങ്കിൽ മറ്റു വീടിനകത്ത് കയറുന്നതിന് ഒരു ഫീൽ ആയിരിക്കത്തില്ല. അകത്ത് വരുമ്പോഴത്തേക്കും ടെമ്പറേച്ചറിനകത്ത് വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ കണക്കിനകത്ത് നമുക്ക് പ്രൈമറി സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം ഫിനിഷിംഗ് സ്റ്റേജിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ആണെന്നുണ്ടെങ്കിലും പെയിന്റിങ്ങിന്റെ ടൈമിൽ വരുമ്പോൾ എക്സ്ട്രാ പുട്ടി ഇടേണ്ട വരത്തില്ല. ജസ്റ്റ് പ്രൈമർ അടിക്കുക, പെയിന്റ് അടിക്കുക, കയറുക. അപ്പോൾ നമുക്കൊരു 3-4 സൈഡിനകത്ത് പൈസ ലാഭിക്കാൻ പറ്റും. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ താങ്ക് യു. അതായത് എപ്പോഴും ഒരു കസ്റ്റമറുടെ അടുത്ത് ചോദിക്കാനായിട്ടുള്ള ഒറ്റ കാര്യമുള്ളൂ, അതെ താങ്കൾ സാറ്റിസ്ഫൈഡ് ആണോ? അതെ ഈ പറഞ്ഞാണെങ്കിൽ കൺസീൽഡ് പ്ലംബിങ്ങും അതേപോലെ കൺസീൽഡ് വയറിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് എല്ലാവർക്കും എന്താ പറയുക കൂടുതൽ പേടിയുണ്ടാവും. അതെ വരുന്നത് ഈ പറഞ്ഞ കണക്കിനകത്ത് ഉള്ളിൽ കൺസീൽഡ് ചെയ്യാൻ പറ്റാത്തത് ലോക്കിംഗ് ആണല്ലോ വരുന്നത്. അപ്പോൾ ഇത് ഷെയ്ക്ക് വരും, അത് ഭിത്തിക്ക് സ്ട്രെങ്ത് കുറയും. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ, അങ്ങനെ തോന്നിയിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊരു സമയത്തിനുള്ള ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ താങ്ക് യു സോ മച്ച്. ഞാനിത് ഇത്രയും കാര്യങ്ങൾ ഒറ്റ വീഡിയോ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. കാര്യം നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് ആദ്യം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തതിന് ശേഷം ഒരു ഫോളോ അപ്പ് വീഡിയോ എന്തായാലും വരും കേട്ടോ, അത് വേറെ കാര്യം. ഇതെല്ലാം കൂടെ ഒന്നിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചൊന്നല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു വീഡിയോ ആദ്യം എടുത്ത് രണ്ടാമതെടുത്ത് അങ്ങനെ പോകാനായിരുന്നു. പക്ഷേ ഇതൊരു ഗംഭീര സാധനമായിട്ട് എനിക്ക് തോന്നി. കാര്യം ആദ്യം നമ്മൾ പ്രൊഡക്റ്റ്, അതിനുശേഷം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന്, അതിൻ്റെ പുട്ടി വർക്ക്, അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീട്. ഇനി എനിക്കറിയേണ്ടത് നമ്മുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക്. സർവീസ് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് പാലക്കാട് തുടങ്ങി തിരുവനന്തപുരം വരെ നമുക്ക് പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യാനുള്ള ഫുൾ യൂണിറ്റുകളുണ്ട്. നമ്മുടെ ഫ്രാഞ്ചൈസി പോലെ ആക്ട് ചെയ്യുന്ന യൂണിറ്റുകളുണ്ട്. നമുക്ക് ഇത് ഏറ്റവും ബെനിഫിഷ്യൽ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുന്ന കോൺട്രാക്ടർക്കും എഞ്ചിനീയർക്കും ആയിരിക്കും. കാരണം അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും, അവർക്ക് സമയം ലാഭിക്കാൻ പറ്റും, ലേബർ ലാഭിക്കാൻ പറ്റും, വാട്ടർ ക്യൂറിങ് ലാഭിക്കാൻ പറ്റും, മണൽ സിമെന്റ് ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കാം. അതുകൊണ്ട് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ. എൻ്റെ കസ്റ്റമർക്ക് ഉണ്ട്, പക്ഷേ ഈ വർക്ക് മാനേജ്മെന്റിൽ ഇവർക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇവർക്ക് ആർക്ക് വേണമെങ്കിലും ഇതിന് വേണ്ട കൺസ്ട്രക്ഷനിലെ ട്രെയിനിങ്ങോ സപ്പോർട്ടോ കൊടുക്കാം. ഇനി മെറ്റീരിയൽ നമ്മൾ എവിടെയാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ എത്തിച്ചു കൊടുക്കാം. ഇപ്പോൾ കോഴിക്കോട് ആ ഏരിയയിൽ നമുക്കിവിടെ റിട്ടേൺ ലോറികളുണ്ട്, അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ലൊരു ബിസിനസ് തുടങ്ങുന്നവർക്ക് നമുക്ക് മിഷനറി കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. അതിൻ്റെ സെയിൽസിൻ്റെ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും, അതും കൊടുക്കാൻ പറ്റും. ഔട്ട്സൈഡ് കേരളയാണെങ്കിലോ? ഔട്ട് കേരള നമുക്ക് മിഷനറി കൊടുക്കാം. അതിൻ്റെ നമുക്ക് അനുബന്ധമായ റിപ്പോർട്ടുകളോ കാര്യങ്ങൾ ട്രെയിനിങ്ങുകളോ അങ്ങനെ കൺസ്ട്രക്ഷൻ ട്രെയിനിങ്ങോ നമുക്ക് ഓർഡർ കൊടുക്കാൻ പറ്റില്ലെങ്കിലും ബാക്കി ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റും. മിഷൻ്റെ സർവീസ് കൊടുക്കാൻ പറ്റും. ഓൾറെഡി ഇപ്പോൾ ചെന്നൈ ഹൈദരാബാദ് നമ്മളെ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു എൻ്റെ കസ്റ്റമർക്ക് ആണെങ്കിൽ തന്നെ ഒരു വീട് പണിയെങ്കിൽ അതിൻ്റെ ലേബർ സപ്പോർട്ടും കുട്ടികളുടെ സപ്പോർട്ടും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ടഫി. ഒരു പ്രോഡക്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഈ അടുത്ത കാലത്ത് ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ടഫി ഇൻ്റർലോക്ക് വർക്ക്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എപ്പോഴും എൻ്റെ യൂസർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാം. ഏത് സമയത്തും വിളിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസും ഇവിടുന്ന് ഉണ്ടാവുന്നതാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് എന്തായാലും പറഞ്ഞു തന്നു. നമ്മളെ കമ്പനിയും നമ്മളെ പ്രൊഡക്റ്റുകളും എല്ലാ സ്ഥലവും നമുക്ക് പരിചയപ്പെടുത്തൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം പറഞ്ഞത് ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്ന സമയത്ത് അതിൻ്റെ ഗുണങ്ങൾ, അതുപോലെ തന്നെ അതെങ്ങനെ ഉപയോഗിക്കാം, ഏത് രീതിയിൽ ആപ്ലിക്കേഷൻ ചെയ്യണം, അത് ആപ്ലിക്കേഷൻ ചെയ്യുന്നവർ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പ്രധാനമായിട്ടും എല്ലാവരും കമൻറ്റുകൾ ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.